ഒരു ഇൻസ്റ്റാഗ്രാം പ്രണയം. രചന അഫ്നാഫി. അവതരണം ഷാഹുൽ മറിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. രാവിലെ തന്നെ അന്നമ്മച്ചിയുടെ വിളി കേട്ടിട്ടാണ് ആൽഫി തന്റെ സ്വപ്നസുന്ദരിയോട് ബൈ പറഞ്ഞ് കണ്ണുകൾ തുറന്ന്. ഈ അമ്മച്ചി എന്തിനാ വിളിച്ചു പോകുന്നു, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഒന്ന് മൂരി നിവർന്ന് എണീറ്റ് താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ആൽഫിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മയിൽ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ബാത്റൂമിൽ കയറി പല്ല് തേച്ചു. പല്ല് തേക്കാതെ അമ്മച്ചി ആ ഭാഗത്തേക്ക് അടുപ്പിക്കൂല. ആൽഫി ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ പുറത്തുള്ള ആൾക്കൂട്ടവും ആരുടേക്കോ അടക്കി പിടിച്ചുള്ള സംസാരവും അമ്മച്ചിയുടെ കരച്ചിലുമാണ് കേൾക്കുന്നത്. ഇനി കുടുംബശ്രീ മീറ്റിംഗ് ഇങ്ങോട്ട് മാറ്റിയോ? ആൽഫി ചിന്തിച്ചു. ഏയ് അതല്ല, അതിനാണെങ്കിൽ അമ്മച്ചിക്ക് അറിയില്ലല്ലോ, ചിരിക്കല്ലേ ചെയ്യാം. പിന്നിപ്പോൾ എന്താ? ഒരു നിമിഷം അപ്പച്ചൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു. പക്ഷെ വന്ന തോന്നലെല്ലാം അതുപോലെ തന്നെ ആവിയായി പോയി. എന്താന്നല്ലേ, അപ്പച്ചൻ അവിടെ വടി പോലെ നിൽക്കുന്നുണ്ട്. അമ്മച്ചിക്ക് അറിയുന്നു, നാട്ടുകാരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു. കാര്യമായിട്ട് എന്തോ ഉണ്ട്. ഇങ്ങനെ സ്വയം ആത്മതിച്ചുകൊണ്ട് തന്നെ ആൽഫി അമ്മച്ചിയുടെ അടുത്തേക്ക് നടന്നു. അമ്മച്ചി വിളിച്ചതേ ഓർമ്മയുള്ളൂ, കാരണം നമുക്ക് വെച്ചൊരു അടിയായിരുന്നു കിട്ടിയത്. ഈ അടി ഇപ്പം എന്തിനാണെന്നുള്ള എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ആൽഫി അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടം മനസ്സിലായ പോലെ അമ്മച്ചി പറഞ്ഞു, ഈ അടി എന്തിനായിരിക്കും എന്നല്ലേ? ആൽഫി കവളിൽ കൈവച്ചുകൊണ്ട് തന്നെ തലകുലുക്കി. ഏതാടാ ഈ പെണ്ണ്? പെണ്ണോ? ഏത് പെണ്ണ്? ആൽഫി അതും ചോദിച്ചു തിരിഞ്ഞതും ഒരു പെണ്ണ് ഓടി വന്ന് ഇച്ചായെന്ന് വിളിച്ച ഒരൊറ്റ കെട്ടിപ്പിടുത്തം. എല്ലാവരുടെയും നോട്ടം തന്നെ മുഖത്തേക്കാണ്. അമ്മച്ചി തൃക്കണ്ട് വരെ തുറന്ന് കനപ്പിച്ച് നോക്കുന്നു. അപ്പച്ചൻ ഞങ്ങളോട് ഇത് വേണമായിരുന്നുള്ള സാമദ്രോഹി എന്ന് നിലക്കും. നാട്ടുകാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ആൽഫി അവളെ തന്നിൽ നടത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. ഐശ്വര്യം തുളുമ്പുന്ന മുഖം. ഡാ! അമ്മച്ചിയുടെ അലർ കേട്ടിട്ടാണ് ആൽഫിയുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിയത്. അവളുടെ വായി നോക്കി നിൽക്കാനല്ലേ നിന്നോട് പറഞ്ഞ്. പറയടാ, ഏതാ ഇവള്? കർത്താവാണ് അമ്മച്ചിയാണ്, എനിക്കറിയത്തില്ല. ഞാൻ ഈ പെണ്ണിനെ കാണുന്നതന്നെ ഇന്നാണ്. എന്നാ എൻ്റെ പൊന്നുമോനെ ഞാൻ പറഞ്ഞുതരാം, ഇത് റോഷ്നി. ഈ പെണ്ണും നീയും തമ്മിൽ ഇഷ്ടത്തിലാണ്. നിങ്ങളുടെ കൊച്ചേ അവിടെ വയറ്റിൽ വളരുന്നുണ്ട്. അന്നമ്മച്ചി പറഞ്ഞു കേട്ട് ആൽഫി ആകെ ഞെട്ടി പണ്ടാരടങ്ങി. ആൽഫി അവിടെ ചെറുതായി വീർത്ത വയറിലേക്ക് നോക്കി. സംഭവം ശരിയാണ്, പെണ്ണ് ഗർഭിണിയാണ്. അമ്മച്ചി വെറുതെ ഇല്ലാവചനം പറയല്ലേ. വായി നോട്ടുന്ന പരിശുദ്ധമായ കലയെ മറന്ന് ഏത് നിമിഷം എന്ത് സംഭവിക്കുന്നുള്ള പ്രണയത്തിന്റെ പാതയിൽ ഞാൻ സഞ്ചരിക്കുന്നു അമ്മച്ചിക്ക് തോന്നുന്നുണ്ടോ? എന്നാലും അമ്മച്ചിനെ തെറ്റിദ്ധരിച്ചു, വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. എനിക്ക് ഈ പെണ്ണിനെ അറിയത്തുപോലുമില്ല. പിന്നെ ആ കൊച്ചു പറയുന്നതോ? ഓഹ് അമ്മച്ചി, ഒരു പെണ്ണ് കാര്യം വന്ന് ഞാനും നിങ്ങളുടെ മകനും പ്രണയത്തിലാണ്, ഞങ്ങളുടെ കൊച്ചിന്റെ വയറ്റ് വളർന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വെള്ളം തൊടാതെ അതൊക്കെ വിശ്വസിച്ച് നിൽക്കുവാണോ വേണ്ടേ? ഞാനങ്ങനെ വെറുതെ വന്നൊന്നല്ല. ഈ ചായൻ തന്നെയാ എൻ്റെ കൊച്ചിന്റെ അച്ഛൻ. ദേ പെണ്ണ് ഗർഭിണിയാണെന്ന് ഞാൻ നോക്കൂല, ഒറ്റ വീക്കങ്ങ് വെച്ചിരും. കൊച്ചേ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. തോമാച്ചായൻ അവൾ തന്റെ അടുക്കിലേക്ക് വിളിച്ചു. എന്നതാ അപ്പച്ച? ഓ അവിടെ ഒരു നിഷ്കളങ്കത. ആൽഫി നിന്ന് പിറുപിറുത്തു. കൊച്ചിന് എങ്ങനെയാ ഇവനെ പരിചയം? അത് പിന്നെ കണ്ട അവളിന്ന് പരിക്കുന്നേ ഫുൾ തട്ടിപ്പാ. നീ മിണ്ടാണ്ടിരിക്ക്, ഞാൻ ചോദിക്കുന്ന ഇവളോടാ. പറ മോളെ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാ ഇച്ചായനെ പരിചയപ്പെടുന്നത്. ഇത് കേട്ട് ആൽഫിയുടെ കിളികളെല്ലാം കൂടും കുടുക്കയും എടുത്ത് തൊട്ടടുത്തുള്ള കണാരൻ ചേട്ടന്റെ തെങ്ങിന്റെ മണ്ടയിലേക്ക് കുടിയേറി. ആൽഫി ഞെട്ടി അവളെ മുഖത്തേക്ക് നോക്കി. ഇൻസ്റ്റാഗ്രാമിൽ കയറിയ ചുമ്മാ ട്രോളും വായിച്ചിരിക്കുന്ന ഈ എന്നോടോ ബാല? അവൾ വീണ്ടും തുടർന്നു. ഞങ്ങൾ തമ്മിൽ 3 വർഷമായി പ്രണയത്തിലാണ്. ഞാൻ ഖത്തറിലായിരുന്നു. 1 വർഷം മുമ്പാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. എന്നെ കാണാൻ വേണ്ടി ഇച്ചായൻ അങ്ങോട്ട് വന്നതാണ്. എടാ കുരുത്തം കെട്ടവനെ, അപ്പൊ അതിനായിരുന്നല്ലേ നീ നല്ലൊരു ജോലിയും കളഞ്ഞ് അങ്ങോട്ട് പോയത്? ദേ അമ്മച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കില്ലേ, ഞാൻ പോയത് വേറെ കാര്യത്തിനാ. കർത്താവേ, നീ ചുമതിനേക്കാൾ വലിയ കുരിശാണല്ലോ ഇത്. യു കണ്ടിന്യൂ എന്ന ഭാഗത്തിൽ അന്നമ്മച്ചി അവളും നോക്കി. പിന്നീട് ഞാനും ഇച്ചായനും ഒരുമിച്ചായിരുന്നു. ഒരു കമ്പനിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. നീ ഞാൻ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറ്റില്ല. നീ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ എല്ലാത്തിനും സമ്മതിച്ച്. ആ കുന്തത്തിന്ന് പരിചയപ്പെടുന്നവരൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ മോളെ? അന്നമ്മച്ചി ചോദിച്ചു. എൻ്റെ അമ്മച്ചി, ഞാൻ പരമാവധി ഒഴിവായതാ. അമ്മച്ചിയുടെ കുഞ്ഞാട് സോളമനുണ്ടല്ലോ, എന്നെ ശല്യം ചെയ്ത് സഹിയിട്ട് ഞാൻ ഓക്കെ പറഞ്ഞതാ. പക്ഷെ പിന്നെ പരിചയപ്പെട്ടപ്പോൾ ഇച്ചായൻ്റെ നിഷ്കളങ്കമായ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ തോന്നിയില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഇച്ചായനെ, അതുകൊണ്ടാണ് ഞാൻ. ഇതും പറഞ്ഞ് റോഷ്നി തലകുനിച്ച് നിന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് നിന്നെ അറിയത്തില്ല. നിന്റെ വയറ്റുള്ള കൊച്ചു എൻ്റെ അല്ല. നിന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. നിനക്ക് വീടും കൂടിയും ചോദിക്കാനും പറയുന്ന ആരുമില്ലേ? ഈ ചായ ഒരു വീക്കങ്ങ് തിരിഞ്ഞ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഒരു മാതിരി വക്കമേലെ ചോദ്യം ചോദിച്ച് വരല്ലേ? മോളെ, അവൻ പറയുന്നത് മോള് നോക്കണ്ട. കൊച്ചിൻ്റെ വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അന്നമ്മച്ചി അവളോട് ചോദിച്ചു. എൻ്റെ മമ്മയും പപ്പയും എൻ്റെ ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാ. പിന്നീട് ഞാൻ അമ്മച്ചിയുടെ കൂട്ടുകാരിയുടെ കൂടെയായിരുന്നു. അവർ ഖത്തറിലേക്ക് പോയപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോയതാ. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇച്ചായനും കൊണ്ട് പോകുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിച്ചിട്ട് എന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞതാ. പക്ഷെ ഇച്ചായൻ വന്നില്ല. അതാ ഞാൻ ഇച്ചായനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന്.
പിന്നെ ഈ ചാൻ പറഞ്ഞറിഞ്ഞു ഈ അമ്മച്ചി അപ്പച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരെയും കാണാലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഒന്ന് നിർത്തിക്കൊണ്ട് റോഷ്നി ആൽഫിക്ക് നേരെ തിരിഞ്ഞു. തെളിവ് എത്ര വേണമെങ്കിലും ഈ ചാൻ ഞാൻ തരാം എന്നും പറഞ്ഞ് അവൾ മൊബൈലിൽ ആൽഫി അവളും തമ്മിൽ ഒരുപാട് ഫോട്ടോസ് കാണിച്ചു. അത് കണ്ടിട്ടും ആൽഫിക്ക് ഒരു കുലുക്കമില്ല. തനിക്കൊരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. പിന്നെ താനെന്തിനും ഭയക്കണം എന്ന നിലപാടായിരുന്നു അവൻ്റെ. ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോടാ? അന്നമ്മച്ചി ആൽഫിക്ക് നേരെ തിരിഞ്ഞു. ഈ ഫോട്ടോസിലെ എഡിറ്റിംഗ് ആണ് അമ്മച്ചി, അല്ല ഞാൻ ഇവൾ തമ്മിൽ അങ്ങനെ റിലേഷൻ ഇല്ല. നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞ് വിശ്വസിക്കാത്തത്? നിന്നെ ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമല്ല മോളെ, ഈ വിഷമിക്കണ്ട. ഇവൻ പാലക്കൽ തോമച്ചൻ്റെ മകനാണെങ്കിൽ ഇവിടുത്തെ പള്ളിയിൽ വെച്ച് നിങ്ങളുടെ കെട്ടുകല്യാണം ഞാൻ നടത്തും. നിന്റെ വയറ്റിലുള്ള കൊച്ച് ഇവിടെ ഞങ്ങളുടെ പേരക്കുട്ടിയായി വളരുകയും ചെയ്യും. ഓ പിന്നെ അതിനിത്തിരി പൊളിക്കും. അമ്മച്ചി വേറെ ആളെ നോക്കിക്കോ. കണ്ടവന്റെ കൊച്ചിന് തന്തയാവനെന്നും എന്നെ കിട്ടൂല. ആൽഫി ഇതും പറഞ്ഞ് അവളിൽ നിന്ന് തർപ്പിച്ചു നോക്കി. പിന്നീട് അവൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആൽഫിയുടെ ബാക്കിയുള്ള കിളികളെല്ലാം ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശിയെന്നും പറഞ്ഞ് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ വിവാഹം കഴിഞ്ഞ ഡേറ്റ് തുടങ്ങി കുടുംബക്കാരുടെ ഫുൾ ഹിസ്റ്ററി അവൾ പറയുന്നു. അമ്മച്ചിയുമായിട്ട് പിണങ്ങിപ്പോയ ഇവിടുത്തെ വേലക്കാരി ജാനി ചേച്ചിയെ പറ്റി എന്തിനേറെ പറയുന്നു. 6 മാസം മുമ്പ് വാങ്ങിയ പപ്പയെക്കുറിച്ച് വരെ അവൾ പറയുന്നു. എല്ലാം കേട്ട് പകച്ചുപോയി ആൽഫിയുടെ ബാല്യവും കൗമാരവും, എന്തിന് വാർദ്ധക്യം വരെ. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അപ്പച്ചനും അമ്മച്ചിയും ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ഭാഗത്തിൽ ആൽഫിയെ നോക്കി. നാട്ടുകാരെ പിന്നെ ആദ്യം മുതൽക്കേ ആൽഫി ഒരു സൈഡിൽ നിർത്തിയേക്കുവാണ്. ആ ഫോട്ടോസിലേക്ക് വീണ്ടും വീണ്ടും ആൽഫി നോക്കി. തനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ആ ഫോട്ടോസ് എല്ലാം എഡിറ്റിംഗ് ആണെന്ന് വെക്കാം. പക്ഷെ അവൾ പറഞ്ഞ കാര്യങ്ങൾ, തൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആൽഫി ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് വേറൊരു ഫോട്ടോ അവൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊരു മുഖവും ആൽഫിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. ഒരു ഫുള്ള് കിട്ടിയാൽ എത്ര സന്തോഷം ഉണ്ടാകുമോ അതേ സന്തോഷത്തിൽ, അല്ലെങ്കിൽ അതുക്കുമേലെ സന്തോഷത്തിൽ അവൻ എല്ലാവരെയും നോക്കി നിന്ന് ചിരിച്ചു കാണിച്ചു. ഇതുവരെ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ നിന്നിരുന്നവൻ പെട്ടെന്ന് സന്തോഷം തോന്നാൻ എന്താ പറ്റിയെന്ന ചിന്തയായി മറ്റുള്ളവർക്ക്. ആൽഫി ആരെയോ മാറിയെന്ന് ഫോൺ ചെയ്തു. ശേഷം അവൻ അവരുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി വിഷമിക്കണ്ട. അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ പാലക്കൽ തോമച്ചൻ്റെ മകൻ തന്നെ ഈ റോഷ്നിയെ കിട്ടും. അതിനു മുമ്പ് വേറെ ഒരാൾ കൂടി വരാനുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ്. അവനും കൂടി വന്നിട്ട് തീരുമാനിക്കാം. എല്ലാവരും ആ പരിചിതനെ അപരിചിതനെ കാത്തിരുന്നു. അരമണിക്കൂറിന് ശേഷം ആ വീട്ടുമുറ്റത്തേക്ക് ഒരു ബുള്ളറ്റ് വന്നു. അതിൽ നിന്നും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. അവനെ കണ്ടതും അവളൊന്നും ഞെട്ടി. അവനെ കണ്ട അന്നമ്മച്ചിയും തോമാച്ചനും കെട്ടിപ്പിടിച്ച് അവന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. എന്നതാടാ നീ എന്നതിനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞേ? അവൻ ആൽഫിയോടായി ചോദിച്ചു. അത് പറയാനല്ല, നിനക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം. റോഷ്നി ഒന്നിങ്ങോട്ട് വന്നേ. അവളെ കണ്ടതും അവനൊന്ന് ഞെട്ടി. അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു കൊടുത്തു. റോഷ്നി ഞെട്ടിൽ നിന്ന് വിട്ടുമാറാതെ തന്നെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ദേ ഇതാണ് അലക്സ്, ആൽഫി പറഞ്ഞു. ആ പേര് കേട്ടതും റോഷ്നി വീണ്ടും ഞെട്ടി. ഞാൻ ജനിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് ഈ ലോകത്തേക്ക് പ്രവേശിച്ച എൻ്റെ ട്വിൻ ബ്രദർ അലക്സ് പാലക്കൽ. കാഴ്ചയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. ആർക്കും ഞങ്ങൾ മനസ്സിലാവില്ല. തനിക്ക് സംഭവിച്ചത് അതുതന്നെയാണ്. ആൽഫി ഒന്ന് നിർത്തി. പിന്നെ എന്തോ ആലോചിച്ച് റോഷ്നിയോട് ചോദിച്ചു, അല്ലടോ തനിക്ക് ഇവൻ്റെ പേര് പറഞ്ഞുകൂടായിരുന്നോ? ഫോട്ടോ കാണിച്ചുകൊണ്ടല്ലേ സുന്ദരനും സുമുഖനും സർവോപരി സൽഗുണ സമ്പന്നനും നിഷ്കളങ്കനുമായ എന്നെ കുറച്ച് നിമിഷത്തേക്കെങ്കിലും എല്ലാവരും തെറ്റിദ്ധരിച്ചത്. ഓരോറ്റ തള്ളല. എവിടുന്നാപ്പ ഈ അശരീരെന്ന് ആലോചിച്ചുകൊണ്ട് ആൽഫി ചുറ്റിനും നോക്കി. അപ്പച്ചനാണ്. കർത്താവേ, വരെ വരെ അപ്പച്ചൻ വരെ ട്രോളാൻ തുടങ്ങി. ആൽഫി ആത്മഹതിച്ചു. ആൽഫി പറഞ്ഞു കേട്ട് റോഷ്നി അലക്സിനെ നോക്കി. അവന്റെ മുഖത്ത് സ്ഥായിഭാവം തന്നെ. ഏത്? അതന്നെ, ഇളി. ഇച്ചായ. റോഷ്നി തേനും പഞ്ചസാരയും ശർക്കരയും മിക്സാക്കി അവനെ വിളിച്ചു. അലക്സി റോഷ്നിയെ നോക്കിയതും കാരണം പുകച്ചൊരടിയായിരുന്നു. ഇതെന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിന് അലക്സ ഒന്ന് തലയാട്ടി കൊടുത്തു. ശേഷം അവൾ ആൽഫിയുടെ അടുത്തേക്ക് പോയി. ആൽഫി എന്നോട് ക്ഷമിക്കണം. ഈ ചായ എന്നോട് ആൽഫി എന്നാണ് പേര് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഒരു ടിൻ ബ്രദറുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ സോറി. ശേഷം അലക്സിൻ്റെ നേരെ തിരിഞ്ഞ് അവന് കേൾക്കാൻ പാത്രം മാത്രം പറഞ്ഞു, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കാട്ടുകോഴി. തൻ്റെ കൊച്ചൻ്റെ വയറ്റിലായി പോയി, ഇല്ലേ കാണായിരുന്നു. അതിനവൻ നൈസായിട്ടൊന്ന് വിളിച്ചു കൊടുത്തു. അലക്സിനുള്ള സൗകര്യം പോലെ ഇനി റോഷ്നി കൊടുത്തോളൂ. എല്ലാം പറഞ്ഞു തീർത്ത് അവരുടെ കാര്യത്തിൽ അന്നമ്മച്ചിയും തോമാച്ചനും കൂടി ഒരു തീരുമാനമെടുത്തു. അടുത്ത പള്ളിപ്പെരുന്നാളിന് മുമ്പ് കെട്ട് നടത്തിയേക്കാമെന്ന്. കൂടി നിൽക്കുന്ന നാട്ടുകാരെല്ലാം ആൽഫി അവിടുന്ന് പറഞ്ഞയച്ചു. ശേഷം അലക്സിന്റെ നേരെ തിരിഞ്ഞു. എടാ തെണ്ടി, നീ എന്തിനാടാ എൻ്റെ പേര് പറഞ്ഞ്? അത് പിന്നെ എല്ലാവരും അവൻ തന്നെ ഫോക്കസ് ചെയ്യുന്നു. ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെടുന്ന ചില പെൺപിള്ളേരൊന്നേ വിശ്വസിക്കാൻ കൊള്ളൂല. കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളുണ്ടെങ്കിലും പറയും കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന്. വല്ല വയ്യാവേലിയാണെങ്കിൽ പണി നിനക്കിരിക്കട്ടെ എന്ന് കരുതി. കുട്ടിക്കാലം മുതൽക്ക് നീ ചെയ്യുന്നതിനൊക്കെ പഴി കേട്ടിരുന്ന എനിക്കല്ലേ. അതിനെല്ലാം കൂടി ഒരു മറുപണി, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ചീറ്റിപ്പോയി. ഇതും പറഞ്ഞ് അലക്സ് തിരിഞ്ഞതും കണ്ടത് ഭദ്രകാളി ലുക്കിൽ തന്നെ നോക്കി പേടിപ്പിക്കുന്ന രോഷ്നിയാണ്. ഓ, അപ്പൊ ഇച്ചാനും ഞാൻ വയ്യാവേലി ആയിരുന്നല്ലേ? അങ്ങനെ അല്ലടി മുത്ത്, ചില പെമ്പിള്ളേരെ കുറിച്ച് ഞാൻ പറഞ്ഞത്. എൻ്റെ പെണ്ണ് അങ്ങനെയല്ലെന്ന് തോന്നിയോണ്ടല്ലേ ഇച്ചാൻ നിന്നെ തന്നെ അങ്ങ് കെട്ടിയേ.
പിന്നെ ഇവിടെ വന്നപ്പോൾ നിന്നെ വിളിക്കാതിരുന്ന് ഇവരോട് എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അറിയാത്തതുകൊണ്ടാ. എന്തായാലും ഇച്ചായനെ വെച്ച് വന്നുകൊണ്ട് ആ കടമ്പ കടന്നിട്ടി. ഇനി അവരെ അവരുടെ പാടായി നിലക്ക് തൽക്കാലത്തേക്ക് ആ സഭയും പിരിച്ചുവിട്ടു. പക്ഷെ നമ്മുടെ ആൽഫി അപ്പോഴും അഗാധമായ ചിന്തയിൽ തന്നെയാണ്. എന്നാൽ ഈ അലക്സിന്റെ ഒരു കാര്യം, ചുമ്മാ ഫോണിൽ തോണ്ടിയിരുന്ന സുന്ദരിയായ ഒരു പെണ്ണിനെ ഒപ്പിച്ചില്ലേ? എനിക്കൊന്നും ആ ബുദ്ധി ഇതുവരെ തോന്നിയില്ല. എത്ര രാവും പകല ട്രോള് വായിച്ചും കണ്ടവരുടെ സ്റ്റോറിയാണ് സ്വന്തം സ്റ്റോറിയാണ് കാരം കഴിച്ചു കൂട്ടിയത്. അവൻ്റെ പോലെ തന്നെയല്ലേ ഞാനും. അപ്പം എനിക്കും കിട്ടുമായിരിക്കും. ഷോ, എങ്കിലും ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയില്ലല്ലോ. എത്ര വർഷം പോയി. ആ സാരമില്ല, ഇപ്പം ശ്രമിച്ചാലും മതി. അങ്ങനെയൊക്കെ ആത്മവിച്ചുകൊണ്ട് ആൽഫി ഇൻസ്റ്റാഗ്രാം എടുത്ത് തൻ്റെ പ്രണയിനിക്കാവുള്ള തിരച്ചിൽ തുടങ്ങി.